ഈശോയുടെ മക്കളെ, നമ്മുടെ നിയോഗ പ്രാർത്ഥന ഇന്ന് 24-ാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനത് പറയുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് രണ്ട് കൈകൾ കീഴ്പോട്ട് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് കീഴ്പോട്ട് തൂക്കിയിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തേക്കണം. ഒരു അല്പം അങ്ങനെ വിരിച്ചു പിടിച്ചിട്ടുള്ള പ്രാർത്ഥനയില്ലേ, എന്നിട്ട് അതിൽ നിന്ന് പ്രകാശം വരുന്ന പ്രകാശത്തിൻ്റെ അമ്മ. യെസ്, അയ്യോ, അത് പറഞ്ഞപ്പോൾ തന്നെ ദർശനം അത് കാണുകയാണ്. അപ്പോൾ കർത്താവ്, ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ആമീൻ, 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 ആമീൻ. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബഥേൽ മാതാവിൻ്റെ ടീമും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ഈശോയുടെ മക്കളെ, സുഖാണോ? ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് അങ്ങയോട് ചേർന്നിരിക്കുമ്പോഴാണല്ലോ അങ്ങ് ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത്. എൻ്റെ ഈശോയെ, ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങേ ഓർക്കാനും അങ്ങിൽ ധ്യാനിക്കാനും അങ്ങിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും അങ്ങിൽ അലിഞ്ഞുചേർന്ന് ജീവിതം നയിക്കുവാനും അവിടുന്ന് നൽകിയ ആ വലിയ വില കർത്താവെ, ഒരുവനും ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണല്ലോ കർത്താവെ അങ്ങ് കുർബാനയായി മാറിയത്. കർത്താവെ, അങ്ങ് കുർബാനയായി മാറിയത് കർത്താവെ, അത് വലിയൊരു വെളിപ്പെടുത്തലാണല്ലോ കർത്താവെ. കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് അനുഗ്രഹം ചൊരിയണേ കർത്താവെ. അങ്ങയോട് കൂടെ എപ്പോഴും വസിക്കാനുള്ള അനുഗ്രഹം നൽകുന്നുണ്ട്. നന്ദി പറയുന്നു. ഒരു നിമിഷം പോലും അങ്ങയെ മറന്ന് ജീവിക്കാൻ ഞങ്ങൾ ആരും ഇടവരുത്തല്ലേ കർത്താവെ. കർത്താവെ, രോഗത്താൽ കഴിയുന്ന മക്കളുണ്ട്, നെഞ്ചുവേദനയും. എത്രയോ മക്കൾ, ഇന്ന് ഞാൻ രാവിലെ കേട്ടു, രാജൻ എന്ന് പറഞ്ഞ മകൻ്റെ മരണം. കർത്താവെ, അറ്റാക്കാണ്. കർത്താവെ, ആ മകൻ്റെ ആത്മാവിൻ്റെ പാപം ക്ഷമിക്കണമേ, നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. കർത്താവെ, എത്രയോ മക്കള് രാത്രി കിടന്നു കഴിയുമ്പോൾ കർത്താവായ യേശുവെ, രാത്രി കിടന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം പുലർച്ചെ കാണാൻ പറ്റുന്നില്ല അവർക്ക്. മാതാപിതാക്കൾ, മറ്റുള്ളവർ പോലും അറിയുന്നില്ല. കർത്താവെ, ജീവിക്കുന്ന ദൈവമേ, ജീവിക്കുന്ന മക്കളുടെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയമായി ഞങ്ങളെല്ലാവരെയും മാറ്റിയ നല്ല ദൈവമേ കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറയും കീഴിൽ സുരക്ഷിതമായി കാത്തു പരിപാലിക്കുന്നത് പോലെ കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേലെ എപ്പോഴും ഉണ്ടാവട്ടെ കർത്താവേ. യേശുവേ, 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനങ്ങളിൽ അങ്ങ് അരുളി ചെയ്തിരിക്കുന്നല്ലോ, നിൻ്റെ ദൈവമായ ശക്തമായ കർത്താവിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാമെന്ന്. കർത്താവെ, അങ്ങയുടെ ശക്തമായ കരത്തിന് കീഴിൽ ദൈവമേ, അങ്ങയുടെ ശക്തമായ ആ കരത്തിന് കീഴിൽ താഴ്മയോടെ, അതായത് എളിമപ്പെട്ട് ഞങ്ങൾക്ക് നിൽക്കുവാൻ അവിടെ നിന്ന് അനുഗ്രഹം ചൊരിയണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവേ. ജോലിയില്ലാതെ വേദനിക്കുന്ന സകല മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ മക്കൾക്കും കർത്താവേ, അവിടെ നിന്ന് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരെ കഷ്ടപ്പാടുകൾ മാറ്റണമേ, അവരെ ആശ്വാസം കൊടുക്കണമേ കർത്താവേ. വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് യേശുനാമത്തിൽ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കാവൽ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. കാവൽ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. എൻ്റെ യേശുവേ, എഴുന്നള്ളി വരണമേ കർത്താവേ. ഡ്രൈവിങ് ലേണേഴ്സ് പാസ്സാക്കി കൊടുക്കണമേ കർത്താവെ. ജോലി സ്ഥിരത കൊടുക്കണമേ കർത്താവെ. പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ കർത്താവെ, ഏലച്ചെടികൾ, ഏലക്കായ കൃഷിയിടങ്ങൾ, മലയോര മക്കളെ കൃഷിയിടങ്ങളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. കടലിൽ ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. മത്സ്യത്തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണം.
അനുഗ്രഹിക്കണമേ കർത്താവെ. ദേവാലയ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ, പ്രേക്ഷിത മക്കളെ അനുഗ്രഹിക്കണമേ, ബദൽ മാതാവിൻ്റെ ടീമിലെ എല്ലാ ടീം മെമ്പേഴ്സിനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, ബദൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ബ്രദറിൻ്റെ ഭവനത്തെയും ബ്രദറിനും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. കഴിഞ്ഞ ധ്യാനം കൂടി പോയി എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ, നിലനിൽപ്പിൻ്റെ വരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോടെ പണി എത്രയാണ് തീരുവാനും അത് പണി ചെയ്ത് തീർക്കാനുള്ള സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. മക്കളില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക്, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് മക്കളെ കൊടുക്കണമേ. വയറ് സംബന്ധമായ രോഗികളുണ്ട് കർത്താവെ, യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞേക്കണം പല ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട് കർത്താവെ. അവർക്കെല്ലാവരുടെ വയറ് യൂട്രസ് എല്ലാം ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ അനുഗ്രഹിക്കണമേ കർത്താവെ. പരീക്ഷ എഴുതിയിട്ട് തോക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവർക്ക് വിജയം കൊടുക്കണമേ. നാളെ OET എഴുതാൻ പോകുന്ന ആ മകൾക്ക് നല്ല വിജയം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതകരമായ രീതിയിൽ OETക്ക് നല്ല റിസൾട്ട് കൊടുക്കണമേ യേശുവേ. നന്ദി ദൈവമേ, നന്ദി. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് കൊടുക്കണമേ കർത്താവെ. അലൻ്റെയുടെ കസിന് നാളെ OET എഴുതുമ്പോൾ നല്ല സ്കോർ കൊടുക്കണമേ. ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിങ്ങിന് നല്ല സ്കോർ കൊടുത്ത് അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ പേശൽമയാമേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഷിപ്പിലൊക്കെ ജോലി നോക്കുന്നവർക്ക് നല്ല ടോപ്പ് എൻഡ് ജോലി കിട്ടട്ടെ കർത്താവെ. ദൈവം ആഗ്രഹിക്കുന്ന നിമിഷത്ത് ജോലി കൊടുക്കണമേ. ദൈവം സകല മക്കൾക്കും സമൃദ്ധിയായി അനുഗ്രഹവും സമാധാനവും സന്തോഷം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ പേശൽമേ ആമേൻ.